അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രാത്രിയാണിത്. നമ്മുടെ സന്തോഷങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന, നമ്മുടെ ദുഃഖങ്ങൾ ദൈവവുമായിട്ട് പങ്കുവയ്ക്കുന്ന, കർത്താവിൻ്റെ സ്നേഹവും സൗഖ്യവും സ്വന്തമാക്കുന്ന ഒരു രാത്രി. ഈ രാത്രി പ്രിയമുള്ളവരെ, നിൻ്റെ കുടുംബത്തിൽ ഈശോ കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഈശോ നിൻ്റെ കണ്ണുനീരൊപ്പും. ഈ രാത്രി കർത്താവ് നിൻ്റെ കുടുംബത്തെ, നിൻ്റെ തലമുറയെ അനുഗ്രഹിക്കും. ആമേൻ. ഈ രാത്രിയിൽ നിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് ഈശോ കടന്നു വരും. ദുഃഖത്തിൻ്റെ നാളുകളിലേക്കും നൊമ്പരത്തിൻ്റെ വേദനയുടെ നാളുകളിലേക്ക് ഈശോ കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കും. കർത്താവിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് കടന്നു വന്ന് സുഖപ്പെടുത്താനും അനുഗ്രഹിക്കാനും സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം എന്താണ്? യെശയ്യാ 58:11. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ വറ്റാത്ത നീരുറ പോലെ ആയിത്തീരും നീ. അതിനും പറയുകയാണ്, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും, അവിടെ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ വറ്റാത്ത നീരുറവ പോലെ ആയിത്തീരും നീ. കർത്താവ് പറയുകയാണ്, ഈ യാത്രയിൽ മരുഭൂമി ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? ആ വേദനകളും കഷ്ടപ്പാടുകളും വരൾച്ചയും ഒക്കെ ഉണ്ട്. പക്ഷേ മരുഭൂമിയിലും ദൈവം സമൃദ്ധി നൽകും. അതാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, മരുഭൂമിയിലെ സമൃദ്ധി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇസ്രായേലിലേക്ക് നോക്കിയാൽ മതി. മുഴുവൻ മരുഭൂമിയാണ്. പക്ഷേ ലോകത്തിലെ അതിസമ്പന്നമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആര് കൊടുത്തു? ദൈവം കൊടുത്തു. ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദാനമായത് മരുഭൂമിയിൽ സമൃദ്ധി നൽകുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരുപക്ഷെ ഒരു മരുഭൂമി പോലെ കടന്നു പോകുന്ന ജീവിതമാണെങ്കിൽ കർത്താവിന് ആ മരുഭൂമിയിൽ പോലും സമൃദ്ധി നൽകാൻ നമുക്ക് പറ്റും. നനച്ചു വളർത്തിയ പൂന്തോട്ടം നനയ്ക്കേണ്ടത് എപ്പോഴാണ്? വേനൽക്കാലത്തല്ലേ? മഴക്കാലത്ത് നനയ്ക്കാൻ ആവശ്യമില്ല. നമ്മുടെ ജീവിതങ്ങളിൽ വേനൽക്കാലം വരും, വരൾച്ചയുടെ വരണ്ട കാലഘട്ടം വരും. പക്ഷേ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ നീ ആയിത്തീരും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ നീ ആയിത്തീരും. വറ്റാത്ത നീരുറവ് പോലെ. വറ്റാത്ത നീരുറവ് കൊണ്ട് ഉപകാരം ആർക്കാന്നറിയാമോ? നാട്ടുകാർക്കും വീട്ടുകാർക്കെല്ലാം ഉപകാരമുണ്ട്, ഒരു നീരുറവ വറ്റാതിരിക്കുകയാണെങ്കിലും. അതേപോലെ കർത്താവ് പറയുകയാണ്, നീ അനേകർക്ക് അനുഗ്രഹമായി മാറും. നീ വായ്പ കൊടുക്കുന്നവനായി മാറും, മേടിക്കുന്നവനല്ല. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ഇതെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. നിന്നെ ഒരു വറ്റാത്ത നീരുറവ് പോലെ കർത്താവാക്കും, മരുഭൂമിയിൽ സമൃദ്ധി നൽകും, നീ നനച്ചു വളർത്തിയ ഒരു പൂന്തോട്ടം പോലെ ആയിത്തീരും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര മനോഹരമാണെന്നല്ലേ? നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ തലമുറയെല്ലാം ആയിത്തീരും. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അതിനാൽ പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ, ഈ അത്ഭുതങ്ങളുടെ രാത്രിയിൽ നമുക്കെല്ലാം മറന്ന് നമ്മുടെ ദൈവത്തെ ആരാധിക്കണം. എല്ലാം മറന്ന് അവനെ വിളിക്കണം, ചങ്ക് പൊട്ടുമാർ വിളിക്കണം കർത്താവേ എന്ന്. നിലവിളിയോടെ പ്രാർത്ഥിക്കണം. എല്ലാ വേദനകളും എല്ലാ ഉത്കണ്ഠകളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കണം. അവിടുന്ന് ഈ രാത്രിയിൽ നിന്നെ ചേർത്ത് പിടിക്കും, മക്കളെ ചേർത്ത് പിടിക്കും. നമുക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മെ ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ച്, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമാണല്ലോ, മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകുമെന്ന്, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുമെന്ന്, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ വറ്റാത്ത നീരുറ പോലെ നീ ആയിത്തീരുമെന്ന്. കർത്താവേ, അവിടുത്തെ വാഗ്ദാനങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. വാക്ക് മാറ്റാൻ ദൈവം മനുഷ്യനല്ല. പ്രിയമുള്ളവരെ, അവൻ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന ദൈവമാണ്. ഒന്ന് കണ്ണുകളൊക്കെ അടച്ച്, കർത്താവേ, ഇതാ ഈ സായാഹ്നത്തിൽ ഞാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒത്തിരി മരുഭൂമി അനുഭവമുണ്ട് കർത്താവേ. വരണ്ടുടങ്ങിയ ഒരു ജീവിതമാണ്. എവിടെ നോക്കിയാലും പ്രത്യാശയില്ലാത്ത അവസ്ഥയുണ്ട് കർത്താവേ. എവിടെ നോക്കിയാലും കർത്താവേ വരൾച്ചയാണ് കർത്താവേ.
നനവ് കാണാനില്ല കർത്താവേ, എങ്കിലും ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞത് ചെയ്യുന്നവനാണല്ലോ കർത്താവേ. അതിനാൽ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബം അങ്ങയെ വിശ്വസിക്കുന്നു. എൻ്റെ തലമുറ മുഴുവൻ അങ്ങയെ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ദൈവത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. രക്ഷകനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആ കരങ്ങളൊന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഇതാ കർത്താവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവത്തെ എല്ലാം മറന്ന് ഒന്ന് സ്തുതിച്ചേ. നിന്റെ ഭവനത്തിലിരുന്ന്, നിന്റെ ജോലി സ്ഥലത്തിരുന്ന്, നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇരുന്ന് ഒന്ന് ദൈവത്തെ വിളിക്കാം. സ്വരം ഉയർത്തി, യേശുവേ, എൻ്റെ ഈശോ, എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മക്കളങ്ങെ വിളിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങ് പറഞ്ഞല്ലോ, മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകുമെന്ന്, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ നീ ആയിത്തീരുമെന്ന്, പറ്റാത്ത നീരവറ പോലെ ആയിത്തീരുമെന്ന്, അസ്ഥികളെ ബലപ്പെടുത്തുമെന്ന് കർത്താവേ. ഇതാ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ വിളിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ യേശുവേ, പൊന്നു തമ്പുരാനെ, എൻ്റെ തമ്പുരാനെ, എൻ്റെ പൊന്നു തമ്പുരാനെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. എൻ്റെ പൊന്നു കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. പൊന്നു തമ്പുരാനെ അങ്ങയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ദൈവമേ, ആരാധിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ചേർന്ന് പാടാം. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. പാടിക്കേ. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. എൻ്റെ ദൈവത്താൽ എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്നഭിന്നമായി പോകും. എൻ്റെ ദൈവത്താൽ എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. പാടാം. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ. എൻ്റെ ദൈവത്താൽ ഒരുമിച്ച്. നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ വാഗ്ദാനം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേലെല്ലാം നിറവേറാൻ ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഞങ്ങളെ ആരാധിക്കുന്നു. എൻ്റെ ദൈവത്താൽ നിശ്ചയം ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാനൊരു അനുഗ്രഹമായി മാറും, ഞാനൊരു നീരുറവയായി മാറും.
ഞാനൊരു അനുഗ്രഹമായി മാറും. എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ ദേശത്ത് ഞാനൊരു അനുഗ്രഹമായി മാറും. യേശുവേ, യേശുവേ നന്ദി, 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 യേശുവേ പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. പാടാം. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവർ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിടുന്ന എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിടും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാനിട വരികയില്ല. കൊടുക്കുവാനോ ദൈവ സമൃദ്ധി നൽകും. വായ്പ വാങ്ങാനിട വരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. യേശുവേ, ഈശോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായി ഇരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥന തുടരാം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാം ജീവിതങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. നമ്മുടെയൊക്കെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ജീവിതങ്ങളിൽ അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ്. അതിനാൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരം നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കണം. നമ്മുടെ തലമുറയെ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കണം. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി ഞാനും നിങ്ങളുമൊക്കെ മാറുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം എന്തുമാത്രം അനുഗ്രഹമായി മാറും അല്ലേ. എന്തുമാത്രം അനുഗ്രഹമായി മാറും. അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളെല്ലാം ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടവരാണ്. അവിടെ നമുക്കും ഇന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേലയക്കണമേ.
പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും. ദൈവത്തിൻ്റെ അരൂപി. ഒന്ന് കണ്ണുകളൊക്കെ അടച്ച്, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യരാക്കി മാറ്റണമേ, ദൈവ ആരാധനയുടെ മനുഷ്യരാക്കി മാറ്റണമേ, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളാക്കി മാറ്റണമേ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറവേറാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി ഞങ്ങൾ മാറാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, അങ്ങ് നിത്യസഹായകനാണല്ലോ. എപ്പോഴും ഞങ്ങളെ സഹായിക്കുന്ന ദൈവം, എപ്പോഴും കൂടെ വസിക്കുന്ന ദൈവം, വഴിതെറ്റുമ്പോൾ നേർവഴിയെ നയിക്കുന്ന ദൈവം. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് ബലം പകരണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് ശക്തി പകരണമേ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ക്ഷണിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ഉപയോഗിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ തലമുറയിൽ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു, നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ച് ദാഹത്തോടെ ആത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് അഭിഷേകമഴയായി പെയ്തിറങ്ങും പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകും പരിശുദ്ധാത്മാവേ. അഭിഷേകമഴയായി പെയ്തിറങ്ങും പരിശുദ്ധാത്മാവേ, അനുഗ്രഹനദിയായി എന്നിലൊഴുകും പരിശുദ്ധാത്മാവേ. അതിനദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. അതിനദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. ആദിമനാളിലെ പോലെ പുതിയ കാറ്റായി വീശണേ. ആദിമനാളിലെ പോലെ പുതിയ കാറ്റായി വീശണേ. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൻ നീയാണേ. എൻ്റെ ദൈവം, എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൻ നീയാണേ. അണയാനാവാത്ത നീയാണേ, ആത്മാവിൻ നീയാണേ. കരങ്ങളടിച്ച് അണയാനാവാത്ത നീയാണേ, ആത്മാവിൻ നീയാണേ. എന്റെ ദൈവം നീയാണേ, കരങ്ങൾ ഉയർത്തിയടിച്ച് മഹത്വത്തിൻ നീയാണേ. പാടാം. എന്റെ ദൈവം നീയാണേ, മഹത്വത്തിൻ നീയാണേ. കരങ്ങൾ താഴ്ത്തി അണയാനാവാത്ത നീയാണേ, ആത്മാവിൻ നീയാണേ. അണയാനാവാത്ത നീയാണേ, ആത്മാവിൻ നീയാണേ. കരങ്ങളടിച്ച് എൻ്റെ ദൈവം ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ്. എൻ്റെ ദൈവം തീ അഭിഷേകം നൽകുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് അഗ്നിയിലൂടെ സംസാരിക്കുന്ന, അഗ്നിയിലൂടെ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് പാടി പ്രാർത്ഥിക്കാം നമുക്ക്.
അണയാനാവാത്ത തീയാണേ ആത്മാവിൻ തീയാണേ അണയാനാവാത്ത തീയാണേ ആത്മാവിൻ തീയാണേ എന്റെ ദൈവം തീയാണേ മഹത്വത്തിൻ തീയാണേ എന്റെ ദൈവം തീയാണേ മഹത്വത്തിൻ തീയാണേ ഒരുമിച്ച് പാടാം. എന്റെ ദൈവം എന്റെ ദൈവം തീയാണേ മഹത്വത്തിൽ മഹത്വത്തിൻ തീയാണേ കരങ്ങൾ ഉയർത്തിയടിച്ച് എന്റെ ദൈവം എന്റെ ദൈവം തീയാണേ മഹത്വത്തിൻ തീയാണേ എന്റെ ദൈവം എന്റെ ദൈവം തീയാണേ മഹത്വത്തിൻ തീയാണേ ഓ പരിശുദ്ധാത്മാവേ, എന്റെ ദൈവം തീയാണേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ, മഹത്വത്തിൻ ഓ തീയാണേ പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ അഗ്നി, അവിടുത്തെ ശക്തി, അവിടുത്തെ അഭിഷേകം അഗ്നിയിൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. അണയാനാവാത്ത തീയാണേ ആത്മാവിൻ തീയാണേ തീ എനിക്ക് മുൻപായി പുറപ്പെടുമേ ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ മുള്ളും മുൾച്ചെടിയും ദഹിച്ചിടുമേ ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ എനിക്ക് മുൻപായി പുറപ്പെടുമേ ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ മുള്ളും മുൾച്ചെടിയും ദഹിച്ചിടുമേ ദേശം മഹത്വം കൊണ്ട് നിറഞ്ഞിടുമേ ജെറുസലേമിൻ നീ മതിലേ എനിക്ക് ചുറ്റും നീ മതിലാകണേ ജെറുസലേമിന്റെ മതിലേ എനിക്ക് ചുറ്റും നീ മതിലാകണേ എഴുന്നേറ്റുന്നുണ്ട്, വീണ്ടും എഴുന്നേറ്റാം. കരങ്ങളടിച്ച് മഹത്വത്തിൻ തീയാണേ വീണ്ടും എന്റെ ദൈവം എന്റെ ദൈവം തീയാണേ കരങ്ങൾ ഉയർത്തിയടിച്ച് മഹത്വത്തിൻ തീയാണേ കരങ്ങൾ ഉയർത്തി എന്റെ ദൈവം തീയാണേ മഹത്വത്തിൻ ഈശോ, പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ ആഗ്രഹത്തോടെ വിളിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രിയ പരിശുദ്ധാത്മാവേ, പ്രിയ പരിശുദ്ധാത്മാവേ, പ്രിയ പരിശുദ്ധാത്മാവേ, കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ വാഗ്ദത്ത സമയമല്ലോ ദാസന്മാരെ ജ്വാലയാക്കിയിടണേ ആത്മാവിൻ സമയമല്ലോ കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ വാഗ്ദത്ത സമയമല്ലോ ദാസന്മാരെ ജ്വാലയാക്കിയിടണേ ആത്മാവിൻ സമയമല്ലോ അസ്ഥി സൈന്യമാകും കാറ്റായി വാ തേജസ്സായി എന്നിൽ വാ അസ്ഥി സൈന്യമാകും കാറ്റായി വാ തേജസ്സായി എന്നിൽ വാ എന്റെ ദൈവം തീയാണേ മഹത്വത്തിൻ തീയാണേ പാടാം. എന്റെ ദൈവം തീയാണേ കരങ്ങൾ ഉയർത്തി മഹത്വത്തിൻ തീയാണേ കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. എന്റെ ദൈവം തീയാണേ മഹത്വത്തിൻ തീയാണേ എന്റെ ദൈവം തീയാണേ മഹത്വത്തിൻ തീയാണേ സ്തുതിക്കാം കർത്താവിനെ ഒരുമിച്ച്. അണയാനാവാത്ത തീയാണേ ആത്മാവിൻ തീയാണേ അണയാനാവാത്ത തീയാണേ ആത്മാവിൻ തീയാണേ അണയാനാവാത്ത തീയാണേ ആത്മാവിൻ തീയാണേ ഹല, 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 ഹല. ഈശോ, 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 ഈശോ. ഓ പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പ്രിയ പരിശുദ്ധാത്മാവേ, പ്രിയ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പ്രിയ 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 പരിശുദ്ധാത്മാവേ,